ഹേയ് കൂട്ടുകാരെ, എല്ലാവർക്കും വെൽക്കം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാനിന്ന് കണ്ണൂരിലേക്ക് ഒരു ട്രാവൽ പോവുകയായിരുന്നു. അപ്പോൾ പോകുമ്പോൾ ഉള്ള ഞങ്ങളുടെ ചെറിയ ചെറിയ കൊച്ചു ഗ്രാമത്തിലെ കാര്യം. ഞാൻ കണ്ണൂർ കൂത്തറമ്പുള്ള ജോബ് നിർത്താൻ പോവുകയാണ്. വീട്ടിൽ ഏട്ടന് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നത്. അപ്പോൾ പോയിട്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് എൻ്റെ അവിടെ. ഇത്രയും ദിവസം ഒരു മാസം വീട്ടിലായിരുന്നു. അപ്പോൾ ഇനി വീട്ടിൽ നിന്ന് പോയി വരുന്ന ജോബാണ് നോക്കുന്നത്. അപ്പോൾ ഒരു വിഷമമുണ്ട് അവിടെ നിന്ന് പിരിയുമ്പോൾ. കാരണം 6 മാസത്തോളം ആ ഒരു വീട്ടിൽ നിന്നതല്ലേ. അവരുടെ സ്നേഹം ഭയങ്കരമായിട്ട്. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളും നോക്കണമല്ലോ. അതുകൊണ്ടാണ്. അപ്പം ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം. ഇപ്പോൾ ട്രാവൽ ഇത് മാനന്തവാടിയാണ് കേട്ടോ. മാനന്തവാടി സ്റ്റാൻഡ് പൊളിച്ചിട്ടിരിക്കുകയാണ്. കുറേ നേരം ബസ് കാത്തുന്നു. കണ്ണൂരിലേക്ക് ബസ് അപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ സീറ്റ് കിട്ടില്ല. അതുകൊണ്ട് ആ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സീറ്റ് കിട്ടും. അതുകൊണ്ടാണ് അവിടെ തന്നെ നിന്നത്. അത് കഴിഞ്ഞ് ഇനി നേരെ ബസ് എടുത്തത് ഇതാവത് പോകുന്ന ഭാഗങ്ങളാണ്. കാപ്പിത്തോട്ടും അവിടുത്തെ ടൗണും പിന്നെ അങ്ങനെ ചുരത്തിലെത്തി. ചുരം അത് 4-5 വളവല്ലേ ഉള്ളൂ. പക്ഷേ കോടമഞ്ഞ് മൂടിയിട്ട് ശരിക്കും വണ്ടികൾ തമ്മിൽ കാണാത്ത രീതിക്കുള്ള കോടമഞ്ഞുണ്ട്. ഞാൻ പിന്നെ ഈ സൈഡ് സീറ്റിൽ ഇരുന്നുകൊണ്ട് ഇത്രയും എനിക്ക് കിട്ടിയുള്ളൂ. അങ്ങനെ വണ്ടി വളവ് തിരിഞ്ഞിങ്ങനെ വരുന്നത് പരസ്പരം കാണില്ല, അത്രയ്ക്കും കോടമഞ്ഞ് മൂടിയിട്ടുണ്ട്. ടൗണിലെത്തണം. ടൗണിലേക്ക് ബസ് ഇറങ്ങി നേരെ ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോയി ഡ്രസ്സ് എടുത്ത് തിരിച്ചു വരുന്ന ഭാഗമാണ്. ഒരുപാട് സ്നേഹിച്ച് ഞാൻ 6 മാസത്തോളം നിന്നൊരു വീടാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് സങ്കടകരമായത് ഉപ്പായുടെ അമ്മയുടെ അവസ്ഥ ആലോചിച്ചിട്ടാണ്. ഒരുപാട് വിഷമം തോന്നിയ നിമിഷമാണ്. തിരിച്ചിറങ്ങുമ്പോൾ നെഞ്ചു വെട്ടിക്കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാത്ത ഇവരായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും എല്ലാം. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായിരുന്നു അവരോട്. കാരണം എൻ്റെ അച്ഛൻ്റെ സ്ഥാനവും എൻ്റെ അമ്മയുടെ സ്ഥാനവും ഞാൻ അവർക്കായിരുന്നു കൊടുത്തത്. ആ വീട്ടിൽ എനിക്ക് ഫുൾ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഞാനായിരുന്നു ശരിക്കും ആ ഒരു വീട്ടുടമസ്ഥ എന്ന് പറയുന്നതൊക്കെ ആയിരിക്കും ഏറ്റവും നല്ലത്. അത്രയ്ക്കും എന്നെ അവർ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെയും. ഞാൻ എൻ്റെ വെങ്ങപ്പള്ളി ഗ്രാമത്തിൽ ടൗണിലെത്തി. ആപ്പുള്ള ആകാശ കാഴ്ചയാണിത്. അടിപൊളിയല്ലേ? അടിപൊളി. അതെ, സൂപ്പർ തന്നെ. തൽക്കാലത്തേക്ക് ഞാൻ കണ്ണൂർ ജില്ലയോട് വിട പറയുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. ടാറ്റാ. ഇനി ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് തരുമല്ലോ.